ഇന്നത്തെ എൻ്റെ യാത്ര ന്യൂ ഹെവൻ ഫോർട്ടിലേക്കാണ്. ഇംഗ്ലണ്ടിലെ തെക്കൻ തീരം തങ്ങളുടെ ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി AD 1860 നിർമ്മിച്ചതാണ് ഈ കോട്ട. ഫ്രഞ്ച് ചക്രവർത്തിയായിരുന്ന നെപ്പോളിയൻ മൂന്നാമൻ്റെ ആക്രമണം ഭയന്നാണ് ബ്രിട്ടൻ ഇത് നിർമ്മിച്ചത്. അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ പ്രതിരോധ കോട്ടകൾ ഒന്നായിരുന്നു ഇത്. ഈ കോട്ട പകുതിയിലധികവും കുന്നിനുള്ളിലേക്ക് തുരന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ കടലിൽ നിന്ന് നോക്കുന്ന ശത്രു കപ്പലുകൾക്ക് ഈ ദൃശ്യം പെട്ടെന്ന് കാണാൻ വഴിയുമുണ്ടായിരുന്നില്ല. ന്യൂ ഹെവൻ തുറമുഖത്തേക്ക് കടക്കുന്ന ഏത് കപ്പലിനെയും തകർക്കാൻ ശേഷിയുള്ള കൂറ്റൻ പീരങ്കികളും ഇവിടെ സ്ഥാപിച്ചിരുന്നു. ഇന്ന് ഇതൊരു മ്യൂസിയമാണ്. എങ്കിലും ബങ്കറുകളും തുരങ്കങ്ങളും അവരുടെ കിച്ചണുകളും എല്ലാം അതുപോലെ തന്നെ ഇന്നും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. AD 1570 ഈ തുറമുഖം ഇവിടെ സ്ഥാപിച്ചത്. അന്നിവിടെ ഉണ്ടായിരുന്ന വലിയ ഒരു കൊടുങ്കാറ്റിൽ ഊസ് നദിയുടെ മുഖം മാറുകയും കടലിലേക്ക് ഒരു പുതിയ വഴി തുറക്കപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് ന്യൂ ഹെവൻ എന്ന പേരും ഈ തീരവും ലഭിച്ചത്. 1847 ലണ്ടനിൽ നിന്നും ഇവിടേക്ക് റെയിൽവേ ലൈൻ എത്തിയോടുകൂടി ഈ പോർട്ടിൻ്റെ പ്രാധാന്യം കൂടുകയും ചെയ്തു. ഫ്രാൻസിലേക്കുള്ള എളുപ്പവഴി എന്ന നിലയ്ക്ക് ഇംഗ്ലണ്ടിനെ ഫ്രാൻസുമായി ബന്ധിപ്പിക്കപ്പെടുന്ന ഏറ്റവും എളുപ്പമുള്ള കടൽ മാർഗമായി ഈ തുറമുഖം മാറി. ഇന്നും ആ സർവീസ് ഇവിടെ നിലനിൽക്കുന്നു. ഈ കോട്ട നിൽക്കുന്നത് കാസ്റ്റിൽ ഹിൽ എന്ന കുന്നിൻ്റെ മുകളിലാണ്. കാസ്റ്റിൽ ഹിൽ അയൺ ഏജ് കാലം മുതൽക്ക് തന്നെ മനുഷ്യവാസമുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു സ്ഥലവുമാണ്. അന്നു മുതലുള്ള പ്രതിരോധ സംവിധാനങ്ങളാണ് ഈ കോട്ടയിലുള്ളത്. ലോകമഹായുദ്ധങ്ങളിൽ ന്യൂ ഹെവൻ ഫോർട്ടിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഫ്രാൻസിലെ യുദ്ധമുന്നണിയിലേക്ക് സൈനികർക്കും കുതിരകൾക്കും ആവശ്യമായ സാധനങ്ങളും വെടിക്കോപ്പുകളും എത്തിച്ചിരുന്നത് ഇവിടെ നിന്നായിരുന്നു. അന്ന് ഇതൊരു പ്രധാനപ്പെട്ട സപ്ലൈ പോർട്ടായിരുന്നു. സാധാരണ ജനങ്ങൾക്ക് ഇങ്ങോട്ട് പ്രവേശനം ഉണ്ടായിരുന്നുമില്ല. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഡീപ്പ് റെയ്ഡ് എന്നറിയപ്പെടുന്ന 1942 സഖ്യകക്ഷികൾ ഫ്രാൻസിലെ ഡീപ്പിലേക്ക് നടത്തിയ പ്രസിദ്ധമായ ആക്രമണത്തിൻ്റെ പ്രധാന കേന്ദ്രവും